സത്യത്തിൽ ആലോചിച്ചു നോക്കൂ, ഏതെങ്കിലുമൊക്കെ പുരുഷന്മാരുടെ കൂടെ ഇറങ്ങിപ്പോന്ന പെൺകുട്ടികൾ ആരെയാണ് വഞ്ചിച്ചത്? അവരെ എല്ലാമായി കെട്ടിരുന്ന അവരുടെ പിതാക്കന്മാരെ, അവർക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്ത് താലോലിച്ച് തലോടി എന്റെ മകൾ എന്നെ ചതിക്കില്ല എന്ന് വിശ്വസിച്ച ഒരു വാപ്പയുടെ ഹൃദയം തകർത്തുകൊണ്ടാണ് ഓരോ പെണ്ണും വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്നത്. എന്നെ ഒരിക്കലും എന്റെ മകൾ വിശ്വാസവഞ്ചന എന്നോട് കാണിക്കില്ല എന്ന് വിചാരിച്ചു കിടക്കുന്ന പിതാവ് ആ മകൾക്ക് വേണ്ടി സ്വന്തം സുഖങ്ങളും സ്വന്തം താല്പര്യങ്ങളും ജീവിക്കാൻ മറന്നുപോയ വാപ്പമാരുടെ കയ്യും വിട്ടിട്ടാണ് നൈമിഷികമായ ഏതോ ഒരു സുഖത്തിന്റെ പിന്നാലെ പോകുന്നത്. ആൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്നത് ആരുടെ അടുത്തുന്ന? ഒരിക്കലും സ്വന്തം ഭർത്താവ് പോലും എന്നെ വെറുത്താലും മാറ്റി നിർത്തിയാലേ എനിക്കെന്റെ മോനുണ്ട് എന്ന് ചിന്തിക്കുന്ന ആൺമക്കളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച മാതാവിന്റെ ഹൃദയം തകർത്തിട്ടാണ് ഓരോ മക്കളും ഇത്തരം ബന്ധങ്ങളിലേക്ക് പോകുന്നത്. ആലോചിച്ചു നോക്കൂ, നമ്മെക്കാൾ നല്ലൊരാളെ കണ്ടാൽ നമ്മുടെ കൂടെ ഇറക്കി വന്ന പെണ്ണ് അയാളുടെ കൂടെ പോയേക്കാം. കാരണം എന്താ? ഇത്രയും കാലം ഭക്ഷണം കൊടുത്ത് അന്നം കൊടുത്ത് വളർത്തിയ മാതാപിതാക്കളെ മറന്ന് ഇറങ്ങി വന്ന പെണ്ണ് നാളെ നിന്നെ മറക്കില്ല എന്ന് എന്താ ഉറപ്പുള്ളത്? ജനിച്ച് ഒരു പ്രതീക്ഷയുമില്ലാതെ വളർത്തിയതല്ലേ മാതാപിതാക്കൾ അവരെ. അൺകണ്ടീഷണൽ ലവ്. എന്റെ മുന്നിലിരിക്കുന്ന എത്ര ആളുകൾ പിതാക്കന്മാരാണ്. എന്റെ മകൻ വളർന്ന് വലുതായി അവന്റെ ചെലവിൽ എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ട് ഈ കൂട്ടത്തിൽ? ഒരിക്കലും വാപ്പമാരെങ്ങനെ വിചാരിക്കില്ല. ഞങ്ങൾ മരിക്കുന്നത് വരെ അവന് വേണ്ടത് ചെയ്തു കൊടുക്കാമെന്നാണ് എല്ലാ വാപ്പമാരും വിചാരിക്കുക. അങ്ങനെയല്ലേ ഉമ്മമാരും വിചാരിക്കുക. അൺകണ്ടീഷണൽ, ഒരു കണ്ടീഷനും ഇല്ല. ജനിച്ച സമയത്ത് നിങ്ങളെ കൊണ്ട് ഉപദ്രവമല്ലാതെ ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങളുടെ മലവും മൂത്രവും കൈകൊണ്ടെടുത്ത് താരാട്ടി ഉറക്കം കളഞ്ഞ് സ്നേഹം തന്ന് സുഖങ്ങൾ മാറ്റിവെച്ച് വളർത്തി വലുതാക്കി നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ വസ്ത്രവും അവരുടെ സമ്മാനവും അവരുടെ കാരുണ്യമാണ്. 18 കൊല്ലം 20 കൊല്ലം ചങ്കായി ഹൃദയത്തിൽ ചേർത്ത് വെച്ച് എന്നെ വഞ്ചിക്കില്ല എന്ന് വിചാരിച്ച വാപ്പയുടെ കൈവിട്ടിറങ്ങി വന്ന മകൾ കൂടെയുള്ള 1-2 വർഷം മാത്രം കണ്ട് പരിചയമുള്ള കാമുകനിൽ നിന്ന് ഒരു ദിവസം ഇറങ്ങിപ്പോകില്ല എന്നൊരുത്തനും വിചാരിക്കരുത്. കാരണം 18 കൊല്ലം 20 കൊല്ലം വളർത്തിയ വാപ്പാനെ വഞ്ചിച്ചു വന്ന മകൾ, അതിനേക്കാൾ വലിയൊരു വഞ്ചന ഇനി ചെയ്യാനില്ല. എന്നെ കാത്തുകൊള്ളുമെന്ന് വിചാരിച്ച പ്രിയപ്പെട്ട മാതാവിനെ കണ്ണീര് കുടിപ്പിച്ചിറക്കി വന്ന മകന്റെ കയ്യിൽ പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ മറ്റൊരവസരത്തിൽ സ്വന്തം ഉമ്മയെ വഞ്ചിച്ചവൻ നിങ്ങളെയും വഞ്ചിക്കുമെന്ന് മാത്രമല്ല, മാതാവിനെ കണ്ണീര് കുടിപ്പിച്ചവൻ നിങ്ങളെയും കണ്ണീര് കുടിപ്പിക്കും. ഇത് പാടല്ലേ? പ്രണയബന്ധങ്ങളൊക്കെ തകർന്നു വീണ് ബന്ധങ്ങൾ ഉലഞ്ഞുപോയി വിവാഹബന്ധങ്ങൾ താറുമാറായി കിടക്കുന്ന കാലത്ത് ഇതിന് ഉദാഹരണമൊന്നും അധികം പറയാനില്ല. ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് നമ്മൾ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കണം.